എൻ്റെ പേര് മേഴ്സി. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് നവംബർ 22-നായിരുന്നു, കഴിഞ്ഞ ഈ നവംബർ 22-ന്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വിദേശത്ത് പോകാനായിട്ടുള്ള അതിനാണ് എനിക്ക് മെയിനായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ OET പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ബാക്ക് പെയിനും കാലുവേദനയൊക്കെ ആയി. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 ആഴ്ച ട്രീറ്റ്മെൻറ്റ് എടുത്തു. പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, അബ്ഡോമിനൽ ഡിസ്റ്റൻഷനും ചെസ്റ്റ് പെയിൻ, അങ്ങനെ കുറച്ച് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നി. കാലും മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് നീര് വരിക, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ്റെ എന്തെങ്കിലും റിയാക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അവർ വീണ്ടും കുറച്ച് മെഡിസിൻസ് തന്നു, അത് കഴിച്ചു. എന്നിട്ട് എനിക്ക് കുറവില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചെന്ന് എൻ്റെ റിക്വസ്റ്റ് പ്രകാരം തന്നെ ഡോക്ടർ ഒരു സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തതിൽ എനിക്ക് പ്ലൂറൽ എഫ്യൂഷനാണെന്നാണ് കണ്ടുപിടിച്ചത്. ലങ്സിൽ വെള്ളം കെട്ടാണ് 2 സൈഡിലും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പ്രത്യേകിച്ചൊരു റീസൺ ഇല്ലാണ്ട് ഇങ്ങനെ വരില്ല, അപ്പോൾ എന്തെങ്കിലും ക്രോണിക് ഇൽനെസ് ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണം, അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ. അങ്ങനെ എന്നെ അഡ്മിറ്റ് ചെയ്തു അവിടെ. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. എക്കോ ടെസ്റ്റിൽ ചെറിയതായിട്ടൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ബ്ലഡ് ടെസ്റ്റിൽ HB കുറവ്. അപ്പം വെറുതെ ഒരു റീസണൊന്നുമില്ല, എനിക്ക് ബ്ലീഡിങ് അങ്ങനെയൊന്നുമില്ല, പക്ഷേ HB ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ ബോൺ മാരോ ചെയ്യണം. അങ്ങനെ കുറേ ഡോക്ടേഴ്സ് ക്യാൻസർ അങ്ങനെയുള്ളൊരു നിഗമനത്തിലേക്കാണ് അവർ പോയത്. അപ്പം പിന്നെ ഒരു CA-125 എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്, അത് ഒവേറിയൻ ക്യാൻസറിന് വരുന്നതാണ്. അതെനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും എലിവേറ്റഡ് ആയിരുന്നു അതിൻ്റെ റിസൾട്ടും. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒവേറിയൻ ക്യാൻസർ ആവാനാണ് ചാൻസ്, നമുക്ക് കൂടുതലും CT സ്കാൻ അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളിലേക്ക് നീങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു സെക്കൻഡ് ഒപ്പീനിയനും കൂടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ റെഫറൻസ് വാങ്ങി പോവാം. അപ്പം ഡിസ്ചാർജ് സമ്മറിയിൽ ഡോക്ടർ എൻ്റെ ഡയഗ്നോസിസ് ചെയ്തിരുന്നത് ഒവേറിയൻ ക്യാൻസർ എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെയും ഡോക്ടേഴ്സ് ക്യാൻസർ തന്നെയാണെന്നുള്ള ഇതിലാണ് പോയത്. അപ്പോൾ ഒരു ഡോക്ടേഴ്സ് പറഞ്ഞു ഇങ്ങനെ പ്ലൂറൽ എഫ്യൂഷനൊക്കെ വരണമെങ്കിൽ എന്തെങ്കിലും ക്രോണിക് ഇൽനെസ്, CA ലങ്സോ അല്ലെങ്കിൽ TB പോസിറ്റീവായിരിക്കും, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ, അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ ഒരു 5 ക്രോണിക് ഡിസീസസിൻ്റെ പേരാണ് അവർ ആദ്യം പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് പേടിയാണ്. ഒന്നാമത്തേൽ ഞാനിങ്ങനെ വിദേശത്തേക്ക് പോകാൻ നോക്കണം, കാരണം TB ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പിന്നെ ഒരിക്കലും പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്കതൊക്കെ ഓർത്തപ്പോൾ ഭയങ്കര ടെൻഷനും സങ്കടമൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. കുറേ ടെസ്റ്റുകൾക്ക് എന്നെ വിധേയമാക്കി. CT സ്കാൻ ചെയ്തു, എക്കോ ടെസ്റ്റ്, അങ്ങനെ എല്ലാ ടെസ്റ്റുകളും തന്നെ ചെയ്തു. അപ്പം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ സ്റ്റേ ആയിരുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബിൽ ഇവിടുത്തെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളൊക്കെ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അതേസമയം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മദർ ഇവിടേക്ക് നേർന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇവിടെ എന്നെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കാമെന്ന്. അങ്ങനെ CT സ്കാൻ ചെയ്തപ്പം അതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ളതൊന്നും കണ്ടില്ല. ലങ്സിൽ ചെറിയ ഒരു ഭാഗം ദ്രവിക്കണ പോലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ബ്രോങ്കോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. ബ്രോങ്കോസ്കോപ്പി ചെയ്ത് അതിൽ ബയോപ്സി എടുത്തു. അപ്പോൾ അതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നോർമലായിരുന്നു. അപ്പം ഡോക്ടർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഭയങ്കര സർപ്രൈസായി മാഡത്തിന്, മാഡം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് മാതാവ് എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയും.